Hi friends, welcome back to Sarika's vlog. ആഘോഷങ്ങൾ ഏതും തന്നെയാകട്ടെ, കലണ്ടർ മനോരമ തന്നെ എന്ന് പണ്ട് തിലകൻ സർ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ പറയുകയാണ്, ആഘോഷങ്ങൾ ഏതുമായിക്കോട്ടെ, മൊബൈൽ ആപ്പ് ഇതൊരെണ്ണം മതി. അതെ, വിവാഹം, ആനിവേഴ്സറി, ബർത്ത്ഡേ, ഹൗസ് വാമിംഗ് അങ്ങനെ ഏത് തരം ആഘോഷങ്ങൾക്കും ഇൻവിറ്റേഷൻ കാർഡ്സും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ നിമിഷങ്ങൾക്കകം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ട ശേഷം ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് മെയിൻ കാറ്റഗറീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ഇൻവിറ്റേഷൻസ്, രണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇൻവിറ്റേഷൻസ് എന്നുള്ളത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ ബർത്ത്ഡേ, വെഡ്ഡിങ്, പാർട്ടി, ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞ് നിരവധി കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പം പാർട്ടി എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. പാർട്ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ഹൗസ് പാർട്ടി, എനി ടൈം, ഫാമിലി റീയൂണിയൻ, സ്പോർട്സ് ആൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സബ് കാറ്റഗറീസ് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഇൻവിറ്റേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ കാണുന്ന ഹൗസ് വാമിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. വീടിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എവിടേക്കാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ പോർഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെ പേരാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ജിൽ ആൻഡ് ടെറി എന്നാണുള്ളത്, ഞാനിപ്പോൾ ടോം ആൻഡ് ജെറി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ താഴെ എഡിറ്റ് ചെയ്യാൻ, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, സൈസ് മാറ്റാൻ, പിന്നെ കളർ ചേഞ്ച് ചെയ്യാൻ, അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. വെന്യൂ വേണമെങ്കിൽ വെന്യൂ ചേഞ്ച് ചെയ്യാം, ഡേറ്റ് ചേഞ്ച് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ഇൻവിറ്റേഷനെ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിടാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് മുകളിലുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും നമുക്ക്. ബർത്ത്ഡേ, താങ്ക് യു, ആനിവേഴ്സറി, ന്യൂ ബേബി, വെഡ്ഡിങ്, ന്യൂ ഹോം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബർത്ത്ഡേ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ബർത്ത്ഡേയിൽ തന്നെ ഫോർ ഹെർ, ബിലേറ്റഡ്, കിഡ്സ്, ഫോർ ഹിം, ഫണ്ണി, ഫാമിലി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കിഡ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. കിഡ്സിൽ തന്നെ ബോയ്സിനും ഗേൾസിനും വേറെ വേറെ തരത്തിലുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട്. ഞാനിതിൽ ബോയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടോ അല്ലാണ്ടോ ആയിട്ടോ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് ലഭിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഫ്രണ്ട്, ഇൻസൈഡ്, ബാക്ക് എന്നൊക്കെ എഴുതിയിട്ട് കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ശരിയാക്കി എടുക്കാം. ഫ്രണ്ടിൽ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഫ്രം ഡിവൈസ് അല്ലെങ്കിൽ ഫ്രം ഫേസ്ബുക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ഡിവൈസിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഒരു ഇമേജാണ് ഞാൻ എടുക്കുന്നത്. അതിനെ കറക്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ മോൻ്റെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് ഹാപ്പി സെക്കൻഡ് ബർത്ത്ഡേ എന്നുള്ള ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. കുട്ടിയുടെ പേര് എഡിറ്റ് ചെയ്യാണ് ഞാൻ. എഡിറ്റ് ചെയ്ത ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹാപ്പി സെക്കൻഡ് ബർത്ത്ഡേ ഇഷാൻ എന്ന് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇൻസൈഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിൻ്റെ
ഫോണ്ട് ചേഞ്ച് ചെയ്യാനും സൈസ് ചേഞ്ച് ചെയ്യാനും കളറും അലൈൻമെൻറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇൻസൈഡിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്ത ശേഷം ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയും എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ കാർഡായിട്ട് ഷെയർ ചെയ്യാം. ഇമെയിലിൽ PDF ആയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത്രയൊക്കെ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എങ്ങനെ ആപ്ലിക്കേഷൻ അടിപൊളിയല്ലേ? എല്ലാവരും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതോടൊപ്പം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.